ഇവിടത്തെ ഞാൻ ഒരു കാര്യം പറട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാർ ബ്രാൻഡ് ഞാൻ പറഞ്ഞെ ഔഡി. ഔഡി എന്നല്ല പറയുന്നത്, ഔഡി എനിക്ക് ഇഷ്ടമല്ല. നീ ഗേ ആയിക്കോണ്ട, ഇവൻ ഗേ ആണ്, അതുകൊണ്ട് ഇവന് ഇങ്ങനത്തെ ബ്രാൻഡിൽ ഇഷ്ടമാണ്. എനിക്ക് ഔഡി അള്ളാണ് അറിയാലോ, എനിക്ക് ഔഡി തീരെ ഇഷ്ടമല്ല, കാര്യം പറയാലോ. എസ് ജെ പിക്ക് ഔഡിയാ ഇഷ്ടം. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തൊടണമെങ്കിൽ പോലും അവന്റെ അനുവാദം. എനിക്ക് ഔഡി ഭയങ്കര ഗേളിയായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഉണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. അയ്യോ, വെറുതെ അല്ല എനിക്ക് ഇഷ്ടം പറഞ്ഞ. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. ഡോക്ടർ ക്രോം സ്റ്റോറി വെക്കുന്ന ആടാ. ഞാൻ ഡോക്ടർ ക്രോമിനെ ഞാൻ ഇതാക്കിയില്ല, ഫോളോ ചെയ്തിട്ടില്ല. പബ്ലിക് ആക്കിയോ? ഇതിലൊന്നും കാലം എനിക്ക് ഇഷ്ടമല്ല. നീ പോയി തൂങ്ങിച്ചാടാ. ഡോക്ടർ അതല്ലേ ഇപ്പൊ പബ്ലിക് ആക്കിയോ? ആ, പബ്ലിക് ആക്കി. കേരളത്തിൽ അതിശക്തമായ മഴ. ഓ, അങ്ങനെ ഇത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് വാർത്ത അറിയുന്നത്. അങ്ങനെയാ, ഓക്കെ. ഓ, ഇവനെ ഫോളോ ചെയ്ത് വെച്ചാൽ ന്യൂസ് അറിയാലേ. ഇവൻ ന്യൂസ് ചാനലല്ലേ, പക്ഷെ ഈ ന്യൂസിൽ അറിഞ്ഞിട്ടെന്താ കാര്യം? അയ്യോ, കണ്ണൂരിന് പോകണ്ട. കേരളത്തിൽ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചനയിൽ മന്ത്രി താല്പര്യമില്ലാത്ത ട്യൂഷൻ പോകുന്ന എല്ലാവരും രക്ഷപ്പെടാൻ പോവാണ്. അപ്പോ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുന്നത് നല്ലൊരു കാര്യം. സംസ്ഥാനത്ത് എണ്ണം കുറക്കുന്നത് മാനസിക സംഘർഷം. ഓ, മാനസിക സംഘർഷം ഒഴിവാക്കാനാണ് ട്യൂഷൻ സെന്ററുകൾ കുറക്കുന്നത്. ഓ, നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയ ചങ്ങായി, നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയല്ലോ. ഇയാളിപ്പോ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആലോ. ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തോ ഒരു വാർത്ത ഉണ്ട് ഇതേപോലത്തെ, എന്തോ ഒരു മാത്രമല്ല എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ നടക്കുന്ന പോലെയുള്ള വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയില്ല എന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. നമ്മൾ കോളേജിൽ പഠിക്കാത്തോണ്ട് നമുക്ക് ഇതൊന്നും. നീ കോളേജിൽ പഠിച്ചിനോ? നീ കോളേജിൽ പഠിച്ചില്ലേ? റാംബോ കോളേജിൽ പഠിച്ചിനോ? ഞാൻ മാത്രമേ ഇവിടെ കോളേജിൽ പോകത്തുള്ളൂ അല്ലേ? റാംബോ പഠിച്ചിട്ടേ ഉള്ളൂ. കോളേജിൽ റാംബോനെ പുറത്താക്കിന്. കോളേജിൽ റാംബോ പറഞ്ഞു പുറത്താക്കിനോ? എന്തിനാ പുറത്താക്കിയ? കഥ പറ. അടിയാക്കിട്ടായിരിക്കും. പറയുന്നില്ല. മാസം എടുത്ത് അടുക്ക്. അതൊരു അടിക്കേസ് ഉണ്ടായിരുന്നു, ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഓ, പറയുന്നില്ല. അത് സ്വന്തം കാമുകിയെ തട്ടിക്കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ കഴിയാതെ അക്ഷയ് കണ്ണടച്ചു നിന്നു. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് ഇത് പണ്ട് വാട്സപ്പില് അമ്മമാർ അയക്കുന്നതല്ലേ? അല്ല, ഒന്നാമത് മഴയും കൂടിയാ, ഷോക്ക് അടിക്കും. എന്നാ പിന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കാല്ലേ? ചാറ്റ് പറ, ഫോളോ ചെയ്ത് നോക്കണ, വാർത്തകൾ അറിയണം. ഞാൻ ഇനി മുതല് മമ്മി ചീത്ത പറയുമ്പോ വേണ്ട. നീ എന്തിനാ എന്റെ നെഞ്ചിനാണ് സ്വയം അടിക്കുന്നത്? സൗത്ത് ആഫ്രിക്ക ഇതെല്ലാം ബോറിംഗ് വാർത്തയും. സൗത്ത് ആഫ്രിക്ക കപ്പടിച്ചിട്ട് നമ്മളെ ഞാൻ ഫോളോ ചെയ്തു. എനിക്ക് വാർത്തകൾ അറിയാൻ താല്പര്യമില്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം അറിയാനാണ് ഇഷ്ടം. എടാ സെൽഫിഷ്, എടാ അറിയണമെന്ന് പറഞ്ഞാൽ അതിനെല്ലാം കുറെ എനർജി വേണ്ട. ഇതിപ്പോ നമ്മള് ആ കാര്യം മാത്രം ആലോചിച്ചാൽ നമ്മ ഉറങ്ങുന്നു, എണീക്കുന്നു, നമുക്ക് എൻജോയ് ചെയ്യുന്നു, ലൈവ് ചെയ്യുന്നു, നമ്മൾ ഉറങ്ങുന്നു. ഇതെല്ലാം നമ്മളെ കാര്യം നോക്കിയാൽ പോരെ. അതല്ല ഇതിന്റെ നോ 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 നോ. ആ, ഇല്ല ഫോളോ ചെയ്യുന്നില്ല. ജൂൺ 15 വന്നിരിക്കുകയാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. നിങ്ങൾ നിങ്ങളുടെ ഫാദറിനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ടാവും? നിങ്ങളുടെ അപ്പനോട് ഒന്ന് സംസാരിച്ചിട്ട് പോലും മാസങ്ങളായിട്ടുള്ള എത്ര പേരുണ്ടാവും? എനിക്കറിയാം കുറേ പേരുണ്ടാവുന്നു. ഇന്നത്തെ ഒരു ദിവസം മാത്രം
നിങ്ങൾക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്നു മുതൽ 4 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എന്തോ ഇത് പ്രമോഷനാ. ഡോക്ടർ ഇതിൻ്റെ എല്ലാം ഇടുന്നത് ഗെയിമിങ്ങിൻ്റെ എല്ലാം. പെരുമഴയും അത് കാരണം വെള്ളപ്പൊക്കവും. നമ്മൾ വെള്ളപ്പൊക്കല്ല വെറുതെ ഓരോ കഥകൾ അടിച്ച് ഇതെല്ലാം എന്തിനാ നമ്മളറിയുന്നത്? എനിക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ അറിയാൻ ഒരു താല്പര്യം എനിക്കില്ല. കുറെ വാർത്തകളും കൂടി നമ്മൾ വായിക്കേണ്ടി വരും, അറിയേണ്ടി വരും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതിന് ഏറ്റവും നല്ലത് ചാറ്റാണ്. ചാറ്റ് നമുക്ക് ആവശ്യമുള്ള വാർത്തകൾ മാത്രം കൊണ്ടുതരും. അപ്പൊ ഇവര് പറയുന്ന വാർത്തകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മള് വെറുതെ കുറെ പുറത്തുള്ള വാർത്തകൾ നോക്കണ്ടല്ലോ. അതല്ലേ നല്ലത്. അതാ ഷമീർ AJP തൊപ്പി സാഡാ. സാഡ് എന്ത് സാഡാ? ഇന്നത്ര മൂടില്ല, അത്രേ ഉള്ളൂ. സാഡൊന്നുമില്ലടാ. ഇത് വലിയ തണുപ്പ് കൂടുതലുണ്ടോ? എന്റെ കൊറേ ഊക്കല്ല കേട്ടാ. നീ നിന്റെ മൂക്കിനെ ഞാൻ കുത്തും കേട്ടനാ. മോൺസ്റ്റർ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇരിക്കുന്നു. Sammy met Aisha Speed's girl look That's like. very beautiful, by the way. Wait, Sammy oh my! Aisha Speed. You look like Aisha Speed. ഇത് ഏയാടാ. That's not an insult. I love Aisha Speed. ഇത് ലൈവാന്ന് തോന്നട്ടോ. അത് ചാറ്റ് കാണുന്നുണ്ട് സൈഡില്. അപ്പൊ ഇതല്ല എഡിറ്റ് ഉണ്ടാവൂല. ഇവിടെ ശരിക്കും ഐശ്വ സ്പീഡിനെ പോലില്ലേ? You look like Aisha Speed. That's not an. Man. ഇത് പറ്റിപ്പാന്ന് നമ്മള് പാടാൻ തുടങ്ങുമ്പോ ഒന്ന് ചലക്കാണ്ട് പോടോന്ന് പറയും. അതാ സംഭവം. ഇല്ല ഞാൻ പാടത്തില്ല. നീ പാടിക്കോ. പറ്റിപ്പല്ല. ഓക്കെ ജീവനിൽ കിനാവ് തന്ന കൺമണി നീ പ്രകാശം കേടാതെ കാത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ മനം പകുത്തു നൽകിടാം കൊണ്ട് മൂടിടാം അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം കുരൽ കൊടുത്തിടാം സ്വയം മറന്നിടാം ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ നീയല്ലേ. അയ്യോ നല്ല വരിയത്തുമ്പോഴേക്ക് നിർത്തി കളഞ്ഞടാ അവര്. വക്കീലും ഇതുവരെ പാട്ട് പാടിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. വക്കീൽ ഇതുവരെ നമ്മളെ സ്ട്രീമിൽ എല്ലാവരും, നമ്മളെ ടീമിലുള്ള എല്ലാവരും പാട്ട് പാടി. വക്കീൽ ഇതുവരെ ഒരു പാട്ട് പാടിയില്ല. ഏതാ പറ. കരോക്കെ ഇട്ടരാ പറ. ഓക്കെ. വക്കീൽ ഈസ് ഗോണ സിംഗ് എ സോങ് ഫോർ അസ്. Come on. ഏതാ പാട്ട് ഏതാ? പാടോ. മൈക്ക് കൊടുക്കും. ഏതാ പാട്ട് ഏതാ? മറ്റേ കാണേ പുതിയ മുഖം. കാണേന്ന് പറയുമ്പോ വക്കീല് നല്ലൊരു പാട്ടുകാരനാണ്. ഇതാണോ? അത് തന്നെ. ഫസ്റ്റ് അല്ലേ? നിങ്ങളുടെ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പുതിയ വക്കീൽ പാടാൻ വന്നു. എല്ലാരും മുണ്ടാടുക്ക. എല്ലാരും മുണ്ടാടുക്ക. ഇന്ററപ്റ്റ്
കാണേ കണ്ണൂടും നീതാ കേൾക്കേ കേൾക്കേ കാതടയും രോദനമെങ്ങോ ദൂരെ ദൂരെ എന്നേകാന്തമായി ഗാനം പോലെ കതിരണിയും കനകനിലാവ് ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ ഇന്നെവിടെയാണിനി എവിടെയാണ് അകലുന്നൊരു പുലരി പൂര്യമുഖോ ഇനിയൊരു പുതിയ മുഖോ പുതിയ മുഖോ ഇനിയൊരു പുതിയ മുഖോ മുഖോ ഇനിയൊരു പുതിയ മുഖോ പുതിയ മുഖോ ഇനിയൊരു പുതിയ മുഖോ കനവിൻ പുതിയ മുഖം ആരും കണ്ടു കൊതിക്കും പുതിയൊരു സുന്ദര സാന്ധ്യമുഖം ഈരും കൊണ്ടിരച്ചു തുളങ്ങൊരു കനവിൻ പുതിയ മുഖം ആരും കണ്ടു കൊതിക്കും പുതിയൊരു സുന്ദര സാന്ധ്യമുഖം ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ ഇനി എവിടെയാണ് അകലുന്നൊരു പുലരി സൂര്യമുഖോ ഇനിയൊരു പുതിയ മുഖോ പുതിയ മുഖോ പുതിയ മുഖോ സൂര്യമുഖോ ഇനിയൊരു പുതിയ മുഖോ പുതിയ മുഖോ ഇനിയൊരു പുതിയ മുഖോ എല്ലാവർക്കും പാട്ട് പാടാൻ കഴിവുണ്ടല്ലേ ആരും ഷമീർ ഒഴിച്ച് ഇവിടെ എല്ലാവർക്കും പാട്ട് പാടാൻ കഴിവുണ്ട്. നിങ്ങൾ ഷമീർ ഇതുവരെ പാട്ട് പാടിയില്ലല്ലോ, ഒരിക്കലും പാടുകയും ചെയ്യില്ലല്ലോ. ഇല്ല, ഇവനോട് ഞാൻ കൊറേ പറഞ്ഞില്ല, ഇവൻ പാടൂല, ഇവൻ ഒരിക്കലും പാടൂല. പാടൂല ഇവൻ. ഞാനൊന്നും പാടിയില്ലല്ലോ. ചാറ്റ് പറഞ്ഞാലോ? ചാറ്റ് പറഞ്ഞാൽ പാടില്ല, പിന്നെ ചാറ്റ് പറഞ്ഞാൽ പാടില്ല, പിന്നെ അങ്ങനത്തെ സംഭവമില്ല. ചാറ്റ് പറഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ പറയും, അപ്പൊ നിന്നെ കിക്ക് ചെയ്യണ്ടേ, കിക്ക് ചെയ്യണ്ടേ. വക്കീൽ വാദിക്കുന്ന ഒരു രംഗം കാണിക്കാമോ ആഗ്രഹം കൊണ്ടാണ്. വക്കീൽ വാദിക്കുന്ന ഒരു രംഗം കണ്ടവർക്ക് വേണം പെടാൻ പോയി അതൊന്ന് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ചെയ്ത് കൊടുക്കുക. വക്കീലിന് കുറെ സീനെല്ലാം ആയിട്ടുള്ള കേട്ടോ, വക്കീലിന് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ വെറുതെ വക്കീലിനെ ഇടങ്ങാറാക്കണ്ട, വിട്ടോ. അല്ല അതുപോലല്ല, റിയൽ വക്കീലന്മാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല, പബ്ലിക്കിൽ കാണിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ വക്കീലിന്റെ ജോലി മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഫ്രീ വർക്ക്. താങ്ക് യു ഫോർ ദ 250 ഡയമണ്ട്സ് ഡൊണേഷൻ ബ്രോ. ഷമീർ പാടണോ? ചാറ്റ് പറ. SJP പാടണോ വേണ്ടയോ? ചാറ്റ് പറ. പാടല്ലേ, പാടൂ. ഒന്നെങ്കിൽ ഓക്കെ, പാടണമെന്നുള്ളവർ പാടൂ എന്നിടണം, പാടലെന്ന് പറഞ്ഞാൽ പാടല്ലേ എന്ന് പറയണം. ഓക്കെ, ചാറ്റ് പറ. പാടൂ അല്ലെങ്കിൽ പാടല്ലേ. ഓക്കെ, നോക്കട്ടെ. പാട്ട് പാടാന്ന് പറഞ്ഞാൽ ടെൻഷൻ വരും, പേടിയാ പാട്ട് പാടാൻ. മറ്റേ പാട്ട് പാടുന്നു. വക്കീൽ നെയിം വയ്ക്കുന്ന, വക്കീലിന്റെ നെയിം വെച്ചാലോ പറഞ്ഞോടുക്കടാ. യൂസി എന്ന് വിളിക്കും, പക്ഷെ ഫുൾ പേര് യൂസഫ് സഫ്വാൻ. നമുക്ക് ഗെയിം കളിക്കാം. അഡ്വക്കേറ്റ് യൂസഫ് സഫ്വാൻ. ഗെയിം കളിക്കാം. യൂസി വക്കീല്. പാടൂ പാടല്ലേ, ഊമ്പല്ലേ എന്ന് പറഞ്ഞാ ആരോ ഊമ്പല്ലേന്ന് പറഞ്ഞാ. ഏയ് ചാറ്റ് പറഞ്ഞ കാര്യം ചെയ്യണം, അത് അങ്ങനെ റൂൾ ഇടുന്നുണ്ട് മച്ചാനെ. ഒന്നും ചെയ്യാൻ കഴിയില്ല, നിനക്ക് വേറെ വഴിയില്ല മച്ചാനെ. കൽവിലെത്തി പാടുക, നമ്മള് സപ്പോർട്ട് ചെയ്യാം. എടാ പാടറ, ചാറ്റ് ഒരു ആവശ്യം പറയുമ്പോ നമ്മള് ചെയ്ത് കൊടുക്കണ്ടേ. പാട് ഗുണ്ണേന്ന് പറയുന്നത് ആരോ. അയ്യോ, എന്റെ സ്ക്രീനിലെ ചാറ്റ് ഓഫാ. സ്ക്രീനിൽ ചാറ്റ് ഇല്ല, ഒരു മിനിറ്റ് ഒന്ന് ചാറ്റ് ഓൺ ആക്കിയിട്ടെ. അയ്യോ, ക്യാമറ ഈടാക്കിയില്ല, IP ലീക്കായ. പറ, ചാറ്റ് എവിടെ വന്നോ? ആ ചാറ്റ് വന്നു.
പറ പാടൂന്നാ പറയുന്നത്. ഏത് പാട്ടാ അല്ല നീ പറ, നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നീ പാടി. അങ്ങനെ പാട്ടുകൾ ഇഷ്ടമല്ല. നിനക്ക് എന്താ ഇഷ്ടം? ഞാൻ വേറെ സയൻസ് എല്ലാം കാണല, പാട്ടുകളൊന്നും ഞാൻ കേൾക്കില്ല. എന്നാലും നീ എന്താ അങ്ങനെ പറയല്ലേ? എന്നാ സയൻസ് പരമായിട്ടുള്ളൊരു പാട്ട് നിങ്ങൾ പറ, നിങ്ങളിഷ്ടം ഏതായാലും പാടാം. ഇവന് പറ്റിയ പാട്ട് ഏതാ? ചാറ്റ് മര്യാദക്ക് പാടണം, വെറുതെ പാടാണ്ട് നിക്കരുത്. പട്ടണബോധം വെക്ക്. ഇവര് പറ്റുന്നതാണ് പട്ടണഭൂതം. ഞാൻ കാര്യം ഫുൾ സ്ക്രീൻ ആക്കുന്ന ഫുൾ സ്ക്രീൻ ആക്കി എന്തിനാണ് ഏതെങ്കിലും ഇതന്നെ പാടിയാ പോരെ? കാണേ ഇതന്നെ പാടാം. പുതിയ മുഖ അതെന്താ നീ ഇത് പാടാൻ ഇഷ്ടമായത്? ഇതന്നെ പാടാം. ഇത് ഓൾറെഡി പാടിയല്ലോ, ഒരാള് പാടിയല്ലോ. അത് കൽബിലെത്തി വെക്ക്. കൽബിലെത്തി. ഓക്കെ, കൽബിലെത്തി നമ്മളിപ്പോ കേട്ട് കുറച്ചു നേരത്തെ ആരോ പാടി. നമ്മളെ മറ്റൊരു പെണ്ണ് പാടി. ഇന്ന് കേൾക്കാത്ത പാട്ട് പാടുന്നോ? അയ്യോ അതൊന്നും പറ്റൂല. റാപ്പ് ആണോ നോർമൽ ആണോ? എന്നാ റാപ്പ് തന്നെ പാടിപ്പിക്കാം. അല്ല എന്നാ റാപ്പ് മതി, അപ്പൊ നോർമൽ കിട്ടൂല. റാപ്പ് വേണ്ട, നോർമൽ മതി. എന്നിലെരിഞ്ഞു. ഓക്കെ, എന്നിലെരിഞ്ഞു. നല്ല ബാസ് കേട്ടോ, ബാസല്ല മറ്റേ ഫ്ലോ വേണം പാടാനായിട്ട്. ഓക്കെ, ഇത് അയ്യോ തുടങ്ങിക്കോ. ഇത് കരോക്കെ ഇല്ല. എന്നിലെരിഞ്ഞ അതാ പാടിക്കോ. എല്ലാരും ഇതില് മിതമായി ചെയ്തു തരുന്നേ ഉള്ളൂ, പാട്ടില്ല, ലിറിക്സ് ഇല്ല. ഫസ്റ്റ് വണ്ണിലില്ല, പക്ഷെ ഇതില് അതില്ല. ജോള പറയുന്നത് നമുക്ക്. എനിക്ക് നല്ല പേടിയുണ്ടെന്ന് അല്ലേ പാട്ടോടെ? അല്ല എന്റെ ഉള്ളിങ്ങനെ കത്ത. ഇത് എനിക്ക് ഹിന്ദി അറിയില്ല, ഇത് മലയാളത്തിൽ വരുമോ? ഇല്ലല്ല, ഹിന്ദിയിലല്ല വരും, ഇത് ഇംഗ്ലീഷിലാണ് വരും. അത് നോക്കി വായിച്ചാൽ മതി. അറിയില്ലടാ. ദിലാവാൻ തേരി യാദാൻ ചെ വിക്രേ മേ ദുനിയാ സെ ജാവാ സുനവേ മേ കിത്തെ ജാവാ ഹുൻ ചുപ് ഗയേ मैं देश आसी कवला विच तकिया से ले हूदी विच चाड़िया ते दिल विच तू मेरे मन विच तू जाद में नहीं होंडी पास तू ही है मेरा नसीब रान भी तू गरीब सोनी आला जाकाड़ी भी आस दिले जीने तू मंगड़ी है तेरे मेरी जाकाड़ी എടാക്കി ഇതിന്റെ മലയാളാക്കിതാ ഞാൻ പാടാം. മലയാളം കിട്ടൂല, ഹിന്ദി എനിക്ക് വായിക്കാറിയില്ല. ഹിന്ദി അല്ലത് ഇംഗ്ലീഷാണ്. ഇത് ഹിന്ദിയല്ലേ വാക്ക്. മലയാളത്തിൽ അങ്ങനെ അത് കിട്ടൂല. എടാ മലയാളത്തിൽ ഒരിക്കലും ഇത് കിട്ടൂല. ഒരു മലയാളം പാട്ട് വെച്ചാ അത് ഞാൻ പാടിത്തരാം. എന്താ വരാത്ത? പോയാ നെറ്റ് പോയി. ഒരു കാര്യം ചെയ്യാം, എന്റെ വോയിസ് ഉറക്ക്, ഇത് ഞാൻ പാടിത്തരാം. ആയാ പാട്ട് തുടങ്ങിയ പാട്ടിപ്പോളെ വിഗാവാൻ ദിൽ ഗുസ് ഗയാ ചാവാൻ तेरी यादां विच विकरा मैं ये दुनिया सजावान सुन वे मैं किद जावान हुन चुप गई आ जावान
मैंदा दे शिव का बुला दे गया सिलहून दे वे नहीं छुड़ दे दिल तू मेरे चु तो दूर मेरे चूबित मेरे तुर के तू मेरे घर ले तू ഞാൻ പറഞ്ഞിട്ടില്ല ഈ കമന്റ് നോക്കിയാ ഈ കമന്റ് നോക്കിയാ ഇപ്പൊ എടുത്തിട്ടാ എന്നെ കൊണ്ട് ഓടി കൊണ്ടല്ലേ നീ പാടണ്ട. എന്നെ കൊണ്ട് പറ്റൂല ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും പേടിയാണ്. അല്ല മലയാളം വെച്ചാ മേൽമുരുക ഗ്രൂപ്പ് സോങ് ഇടാം. വേണ്ട പാട്ടോ ഞാൻ പാടിയില്ല. മെഹബൂബ അറിയുന്നുണ്ട്, കൊറേ ആള് മെഹബൂബ അറിയുന്നുണ്ട്. അതെല്ലാം എന്നെ ആക്കാൻ വേണ്ടി പറയുന്നയാ. ഇല്ല ഡബ്ല്യൂ ആണ് ഇത് റെഡി ടു സിംഗ്. നീ എൻ സംഗീതം, നീ എൻ സല്ലാപം, നീ എൻ ശ്രീരാഗം, അലനൊറിയും അനുരാഗം, നിൻമീകളിലൂറും സ്നേഹം, എൻ കനവിൽ നിറയും മോഹം, നിൻ കൈകളിൽ ചേരും നേരം ഞാൻ പനീർ മലരാകും. മെഹബൂബാ मैं तेरी महबूबा, महबूबा मैं तेरी महबूबा, महबूबा मैं तेरी महबूबा, महबूबा मैं तेरी महबूबा. ഡബ്ല്യൂ നല്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. സിനാൻ 250 ഡയമണ്ട്സ് ഇട്ടിട്ടുണ്ട്. സിനാൻ ഒരു ഷൗട്ട് ഔട്ട് ഇട്ട്, ബിഗ് ഷൗട്ട് ഔട്ട് സിനാൻ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. റാംബോനോട് ഒന്ന് പറയാ. റാംബോനോട് ഞാൻ പറയാം, എനിക്ക് കുറെ കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ഇവരെവിടെ നിന്റെ മുല പിടിക്കുന്നുണ്ട്, എന്നെ അടിക്കുന്നത് ഇതൊന്നല്ല. എനിക്ക് വേറൊരു കാര്യം റാംബോനോടും മമ്മൂനോടും എനിക്ക് പറയാനുള്ളത്. എനിക്ക് കുറെ കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ഞാൻ ഇത് കാണുന്നില്ല. എനിക്ക് ഒരാൾ ഓരോ റീൽസ് അയച്ചാൽ ഇത് കട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ ബാക്കിൽ നിന്ന് കുണ്ടംകളി കളിക്കുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളെ ഗുഡ് വില്ല് നല്ല ആക്കാൻ നോക്കുമ്പോൾ നമ്മളെ ഇത് തെറിവിളിയും ഇമേജ് എല്ലാം നല്ലതിൽ ആക്കി എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഊമ്പിത്തര ചെയ്യുന്ന ഇവർ വന്നിട്ട് ഒരു ഇതും ഉണ്ടാവില്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു പിടി പിടിക്കും. എന്താണ് എനിക്കല്ല ഇത്രയും കഴപ്പ്? ഒളിച്ചിരിക്കുന്നോ മാറിയാ കാണട്ടല്ലോ. ഇതാ ഇവന്റെ പരിപാടി എന്താ അറിയോ? ഇത് ഞാൻ കാണുന്നില്ല. ഇതെനിക്ക് ഓരോ ആൾക്കാർ ഓരോ ലൈവിന്റെ കട്ടിങ് എടുത്തിട്ട് അയച്ചിരുമ്പോ ഞാൻ കാണുന്നു. ഇവര് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഇത് മുന്നോട്ടല്ലേ നോക്കുന്നത്. ഇവര് ബാക്കിൽ നിന്ന് മുല കൊടുത്തും കുണ്ടം കളിയോ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഈ മമ്മൂ എന്ന് പറയുന്നത് ഭയങ്കര കുണ്ടനാ, പേരുകേട്ട കുണ്ടനാ ഇവൻ. ആള് മഹാകുണ്ടനാ. എടാ തമാശയും കളിയാന്നാലും വിട് മുനു. ഞാൻ അല്ല മമ്മു, ഞാൻ കാര്യം പറയാല. അങ്ങനത്തെ പരിപാടി തന്നെ നടക്കൂല റാംബോദിനോടും കൂടി. അടിക്കുന്നുണ്ട് ഇവർ. അത് എനിക്ക് കൊള്ളേണ്ടത് തന്നെയാണ്. കൊള്ളേണ്ടത് കൊള്ളണം. ഓക്കെ. ഈ ശരത്ത് എന്തിനാ എന്റെ ബാക്കിൽ കയറി ഇരിക്കുന്നത്? ഇങ്ങനല്ലേ ഇതാക്കുന്നത്. നമ്മളൊരു സിഗ്മ ടീമാണ്, മനസ്സിലാ? നമ്മളൊരു കുണ്ടൻ ഗേ ടീമാണ്.